ജില്ലാ തലത്തിലും നാഷണൽ തലത്തിലും നടത്തിയ പറവകളുടെ സമ്മാന വിതരണം കൂടി ഇന്ന് നടക്കുകയാണ്. ഇതിൻ്റെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈശ്വര പ്രാർത്ഥനയായി ഒരു നിമിഷ നേരം എല്ലാവർക്കും എഴുന്നേറ്റ് മൗനമായി നിന്നുകൊണ്ട് ഈശ്വര പ്രാർത്ഥന, അതിനുശേഷം പരിപാടികൾ ആരംഭിക്കുന്നു. ഇതിൻ്റെ അഭിമാനമാകുന്ന നിരവധി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന തലസ്ഥാനത്തിന് ഇതുപോലുള്ള പരിപാടികൾ എന്നും മാതൃകയാണ്, പുതുമയാണ്. കാരണം രാഷ്ട്രീയപരമായി സാംസ്കാരികപരമായും അല്ലാതെ തന്നെ കായികപരമായും അല്ലാതെ തന്നെ, എന്നാൽ കായികമാണോ സാംസ്കാരികമാണോ ചോദിച്ചാൽ രണ്ടും കൂടി സംയോജിച്ചിട്ടുള്ള ഒരു കലാരൂപം അല്ലെങ്കിൽ ഒരു കായിക രൂപമാണ് ഈ പറവ എന്ന് പറയുന്നത്. പ്രാവിനെ, ആകാശത്ത് പറക്കുന്ന പ്രാവിനെ മനുഷ്യൻ്റെ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിൽ പറപ്പിക്കുവാനും അവയെ നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ള, പരിശീലിപ്പിക്കുന്ന അവിടെ ഇറക്കാനുമുള്ള ഒരു പ്രയത്നം. അത് പക്ഷേ ഒരു കായിക വിനോദങ്ങളിലും സർക്കാർ മറ്റൊന്നും ഇടപെട്ടിട്ടുള്ളതാണ്. ഈ കായിക വിനോദത്തിലൂടെയാണ് ഇന്ന് എത്രയോ ആയിരങ്ങളാണ് ഇന്ന് സമ്മാനദാനം ചെയ്യുന്നത്, അതൊരു ട്രോഫികൾ. ഈ ചടങ്ങിലെത്തിയ എല്ലാവരെയും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യപരിപാടിയുടെ ആദ്യ അവതരണം എന്ന് പറയുന്നത് സ്വാഗത പ്രസംഗമാണ്. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നാഷണൽ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ്റെ ബഹുമാനായ ശ്രീ വിനോദ്, അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാഷണൽ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ നടത്തിയ ദേശീയ തലത്തിൽ നടത്തിയ ടൂർണമെന്റിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. മൊത്തം 25 പേർക്കാണ് ഇതിന്റെ പ്രൈസ് ഇന്ന് വിതരണം ചെയ്യുന്നത്. 25ാമത് സ്ഥാനം നേടിയിരിക്കുന്നത് സുനിൽ, തിരുവനന്തപുരം. 13 മണിക്കൂർ 7 മിനിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് നൽകുന്നതിന് വേണ്ടി ശ്രീചിത്ര പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ വിമൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുവാൻ സുനിൽ, തിരുവനന്തപുരം. പേര് വിളിക്കുന്നവർ അല്പം വേഗത്തിൽ എത്തിച്ചേർന്നത് നല്ല കേടി കൊടുത്ത്. മോഹൻ രാജ് 13 മണിക്കൂർ 12 മിനിറ്റ് 24ാം സ്ഥാനം. മോഹൻ രാജ് നാഗർകോവിൽ. 13 മണിക്കൂർ 13 മിനിറ്റ് രാവിലെ പറക്കുകയാണ്. കാർത്തിക്, കോയമ്പത്തൂർ. നല്ല ചെറിയ കൈയടിയാവാം കേട്ടോ. ഏത് സമ്മാനമായാലും വാങ്ങുന്നവർക്കൊരു സ്നേഹത്താളമാണ് കൈയടി. അടുത്ത അഭിജിത്ത്, 22ാം സ്ഥാനം. 13 മണിക്കൂർ 13 മിനിറ്റ് പറത്തി അഭിജിത്ത്, തിരുവനന്തപുരം. ശ്രീചിത്ര പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ വിമലിൽ നിന്നും സമ്മാനം കൈപ്പറ്റുന്നു. അഭിജിത്ത് 13 മണിക്കൂർ 13 മിനിറ്റാണ്. താങ്ക് യു വെരി മച്ച് ശ്രീ വിമൽ. അദ്ദേഹത്തിന് ഇരിക്കാം. അടുത്തതായിട്ട് 21ാം സ്ഥാനമാണ്. ഈ സമ്മാനങ്ങൾ വിതരണം ചെയ്തതിനു വേണ്ടി ശ്രീ സ്റ്റാൻലി, ട്രിവാൻഡ്രം ക്ലബ് പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ ശ്രീ സ്റ്റാൻലി സ്നേഹത്തോട് ക്ഷണിക്കുന്നു. 21ാം സ്ഥാനം 13 മണിക്കൂർ 18 മിനിറ്റ് സച്ചിൻ, തിരുവനന്തപുരം. സർട്ടിഫിക്കറ്റ്, ട്രോഫിയുണ്ട്. സച്ചിൻ വന്നിട്ടില്ല. 20ാം സ്ഥാനം
നിത്യാസ് എറണാകുളം 13 മണിക്കൂർ 25 മിനിറ്റ്. നിത്യാസ് എറണാകുളം. നാഗർകോവിൽ സെൽവരാജ് 14 മണിക്കൂർ 3 മിനിറ്റ് 19 സ്ഥാനം. നാഗർകോവിൽ സെൽവരാജ്. അടുത്ത കിച്ചു കോയമ്പത്തൂർ. കിച്ചു കോയമ്പത്തൂർ 14 മണിക്കൂർ 6 മിനിറ്റ്. കിച്ചു കോയമ്പത്തൂർ. അജിൻ ക്രോസ് നാഗർകോവിൽ 19 സ്ഥാനം. 14 മണിക്കൂർ 14 മിനിറ്റ്. അജിൻ ക്രോസ് നാഗർകോവിൽ. താങ്ക് യു. അടുത്തത് അനന്തപുരി ബീജൻ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ ശ്രീ ഷാജി അവരുടെ സമ്മാന വിതരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. 16ാം സമ്മാനം ലഭിക്കുന്നു രാജീവ് എറണാകുളം. 14 മണിക്കൂർ 25 മിനിറ്റ് നേരം പ്രാവീണ്യം ലഭിച്ച രാജീവ് എറണാകുളം. കൃഷ്ണമൂർത്തി കോയമ്പത്തൂർ 14 മണിക്കൂർ 36 മിനിറ്റ്. 14 മണിക്കൂർ 36 മിനിറ്റ്. കൃഷ്ണമൂർത്തി കോയമ്പത്തൂർ 15ാം സ്ഥാനം. 14 മണിക്കൂർ 50 മിനിറ്റ്. ഗോകുൽ കൃഷ്ണ കോയമ്പത്തൂർ. ഗോകുൽ കൃഷ്ണ കോയമ്പത്തൂർ 14ാം സ്ഥാനം. ഗോകുൽ കൃഷ്ണ. താങ്ക് യു സഞ്ജന. അടുത്തതാണ് സമ്മാനം വിതരണത്തിന് വേണ്ടി DAPN ശ്രീ വിധി അവർകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശിവകുമാർ തിരുവനന്തപുരം 13ാം സ്ഥാനം. 14 മണിക്കൂർ 56 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച ശിവകുമാർ. 12ാം സ്ഥാനം. മെൽബിൻ എറണാകുളം 15 മണിക്കൂർ 3 മിനിറ്റ്. നല്ല കൈയടിയാവാം. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും എറണാകുളത്താണ് കൈയടി, ഇവിടെ കൈയടിയില്ല. മെൽബിൻ. ഷിഹാസ് നൈസർ തിരുവനന്തപുരം 15 മണിക്കൂർ 7 മിനിറ്റ്. 11ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ഷിഹാസ് നൈസർ. താങ്ക് യു. SMBJ SMBJ ശ്രീ മനോജ് അവരുടെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു സമ്മാന വിതരണത്തിന് വേണ്ടി. SMBJ ഫ്ലയേഴ്സ് അസോസിയേഷന്റെ ശ്രീ മനോജ് 10ാം സ്ഥാനം വിതരണം ചെയ്യേണ്ട അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് 15 മണിക്കൂർ 16 മിനിറ്റ് നേരം പ്രാവീണ്യം നിയന്ത്രിച്ച നഞ്ചിൽ അരസൻ നാഗർകോവിൽ 15 മണിക്കൂർ 16 മിനിറ്റ് നേരം. റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജയചന്ദ്രൻ തിരുവനന്തപുരം. അതുപോലെ തന്നെ ആ റോളിംഗ് ആണ്. അവർക്ക് സ്വന്തമായി എടുക്കാൻ കൊടുക്കുന്ന ട്രോഫിയുണ്ട്. അത് എൽവിസ് പീറ്റർ ന്യൂസിലാൻഡിൽ നിന്നും പ്രാവശ്യത്തേക്ക് എൽവിസ് പീറ്ററാണ് ഈ ട്രോഫി സമ്മാനിച്ചിരിക്കുന്നത്. ആനന്ദ് ശേഖർ കോയമ്പത്തൂർ 15 മണിക്കൂർ 20 മിനിറ്റ്. ആനന്ദ് ശേഖർ കോയമ്പത്തൂർ 15 മണിക്കൂർ 20 മിനിറ്റ്. റോളിംഗ് ട്രോഫി ബി ശശി തിരുവനന്തപുരം അദ്ദേഹമാണ് റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അവർക്കുള്ള ട്രോഫി അവർക്ക് സ്വന്തമായി കൊടുക്കുന്ന ട്രോഫി എൽവിസ് പീറ്റർ ന്യൂസിലാൻഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. താങ്ക് യു. അടുത്ത സമ്മാനത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ബി ശശി അവർകളെ സ്നേഹത്തോടെ സമ്മാന വിതരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.
8ാം സമ്മാനം സുനിൽ എറണാകുളം 16 മണിക്കൂർ 26 മിനിറ്റ്. സുനിൽ എറണാകുളം. ഈ റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആർ വിലിയം കോഴിക്കോട്, കർണാടക പെറ്റ് എംപോറിയമാണ് അവർക്കുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അടുത്ത 7ാം സമ്മാനം റഫീഖ് കോയമ്പത്തൂർ 16 മണിക്കൂർ 46 മിനിറ്റ് 17 മണിക്കൂർ 41 മിനിറ്റ് നേരം ട്രാവൽ നിയന്ത്രിച്ച റഫീഖ് കോയമ്പത്തൂർ റോളിംഗ് ട്രോഫി സുൽഫിൻ തിരുവനന്തപുരം സ്പോൺസർ ചെയ്തിരിക്കുന്നു. മറ്റത് നമ്മുടെ സാധാ ട്രോഫി എൽവിസ് പീറ്റർ ന്യൂസിലാൻഡ്. അടുത്തയായിട്ട് സമ്മാന വിതരണത്തിന് വേണ്ടി ജെയിംസ് ലൂയിസ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 6ാം സമ്മാനമാണ് അദ്ദേഹം വിതരണം ചെയ്തത്. റാസി തിരുവനന്തപുരം 17 മണിക്കൂർ 59 മിനിറ്റ് നേരം. നല്ല കാര്യം. 6ാം സമ്മാനം ലഭിക്കുന്നു. നാഷണൽ ടീമിൽ നടത്തിയ ജില്ലാ നാഷണൽ എന്ന മത്സരത്തിൽ 6ാം സമ്മാനം റാസി തിരുവനന്തപുരം റോളിംഗ് ട്രോഫി ഷാഹുൽ ഹമീദ് സ്പോൺസർ ചെയ്തിരിക്കുന്നു. എൽവിസ് പീറ്റർ ന്യൂസിലാൻഡ് സമ്മാനിച്ചിരിക്കുന്നു. ട്രോഫിയാണ് റാസിയുടെ കയ്യിലിരിക്കുന്നത്. അടുത്ത 5ാം സമ്മാനം 18 മണിക്കൂർ 5 മിനിറ്റ് നേരം ട്രാവലിൽ നിയന്ത്രിച്ച് 17 മണിക്കൂർ 59 ചന്തു തിരുവനന്തപുരം. ചന്തു തിരുവനന്തപുരം റോളിംഗ് ട്രോഫി പ്രേമൻ കോഴിക്കോടാണ് റോളിംഗ് ട്രോഫി സമ്മാനിച്ചിരിക്കുന്നത്. അടുത്ത 4ാം സമ്മാനം വിതരണം ചെയ്തതിനു വേണ്ടി ശ്രീ സാഗർ നാഗർകോവിൽ അദ്ദേഹത്തെ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി സാഗർ നാഗർകോവിൽ അദ്ദേഹത്തെ സമ്മാനം വിതരണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അദ്ദേഹം വിതരണം ചെയ്യുന്നത് 4ാം സമ്മാനമാണ്. 4ാം സമ്മാനം നാട്ടുകാരന് തന്നെ കൊടുക്കാനുള്ള ഭാഗ്യമാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഹെൻറി നാഗർകോവിൽ 4ാം സമ്മാനം 18 മണിക്കൂർ 5 മിനിറ്റ് നേരം ട്രാവൽ നിർവഹിച്ച ഹെൻറി നാഗർകോവിൽ റോളിംഗ് ട്രോഫി സമർപ്പിച്ചിരിക്കുന്നത്. ക്രോസിംഗ് ആൻഡ് ബ്രിസൺ സമ്മാനിച്ചിരിക്കുന്ന റോളിംഗ് ട്രോഫി കൂടാതെ സമർപ്പിക്കുന്നുണ്ട്. അടുത്ത 3ാം സമ്മാനമാണ്. 3ാം സമ്മാനം നാഷണൽ പീജിയൻ പ്ലേയേഴ്സ് അസോസിയേഷന്റെ 40ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ നാഷണൽ ടൂർണമെന്റിന്റെ 3ാം സമ്മാനം വാശിയേറിയ പോരാട്ടത്തിൽ 3ാം സമ്മാനം വിതരണം നടത്തുന്നതിന് വേണ്ടി ശ്രീ മജീദ് അവരെ ക്ഷണിക്കുന്നു. നല്ല കൈയ്യടിക്കുക. 3ാം സമ്മാനമാണ്. ഇഞ്ചോടിഞ്ച് നീണ്ടുന്ന പോരാട്ടത്തിൽ 18 മണിക്കൂർ 34 മിനിറ്റ് നേരം തന്റെ പ്ലാവനെ നിയന്ത്രിച്ച ആന്റണി ജോർജ് നാഗർകോവിൽ. ആന്റണി ജോർജ് റോളിംഗ് ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് PLK മോഹൻദാസ്. അടുത്ത 2ാം സമ്മാനം നാഷണൽ പീജിയൻ പ്ലേയേഴ്സ് അസോസിയേഷൻ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ 2ാം സമ്മാനം നാഷണൽ ലെവൽ ടൂർണമെന്റിന്റെ 2ാം സമ്മാന വിതരണത്തിന് വേണ്ടി ഞാൻ സ്നേഹത്തോടെ
നമ്മുടെ ഉദ്ഘാടകനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേണു ഗോവിന്ദൻ, റിട്ടയർഡ് PRD ജോയിന്റ് സെക്രട്ടറി വേണു ഗോവിന്ദ കുമാർ സാർ, പ്ലീസ് സമ്മാന വിതരണം. രണ്ടാം സമ്മാനമാണ് 23 മണിക്കൂർ 35 മിനിറ്റ്. നേരത്തെ പറഞ്ഞില്ലേ, ഈ വർഷം റെക്കോർഡ് തിരുത്തിയുണ്ടായി. 23 മണിക്കൂർ 35 മിനിറ്റ് നേരം പ്രവൃത്തി നിയന്ത്രിച്ച രമേശ് ആർമുഖം, നാഗർകോവിൽ. നല്ല കൈയ്യടിക്കുക. ഇതോടൊപ്പം ഗംഭീരമായ ക്യാഷ് പ്രൈസുകളുണ്ട്. റോളിംഗ് ട്രോഫി സമ്മാനിച്ചിരിക്കുന്നത് NS ശശികുമാർ, തിരുവനന്തപുരം. ഒരു നല്ല കൈയ്യടിക്കാം. ആ കൈയ്യടി പോരാ, രണ്ടാം സ്ഥാനമാണ്. അതും ചരിത്രം തിരുത്തി റെക്കോർഡ് തിരുത്തിയ 23 മണിക്കൂർ 35 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ചുകൊണ്ട് രമേശ് ആർമുഖം, നാഗർകോവിൽ. നാഗർകോവിലിന്റെ മുത്തായി മാറിയ ഒരു കാഴ്ചയാണ്. നല്ല കൈയ്യടി ഒരിക്കലും കൊടുത്തോളൂ പ്ലീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാഷണൽ ടൂർണമെന്റിന്റെ ഒന്നാം സമ്മാനം അർഹൻ പറയാൻ പോകുന്നു. 23 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് രമേശ് ആർമുഖം സൃഷ്ടിച്ച ആ റെക്കോർഡ്, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ആ റെക്കോർഡ് ഭേദിച്ച് 23 മണിക്കൂർ 38 മിനിറ്റ് നേരം പ്രവൃത്തി നാഗർകോവിലിന്റെ മറ്റൊരു അഭിമാനം ശ്രീ ഗണേശൻ. ഗണേശൻ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ മകൻ സാഗറാണ് എത്തിയിട്ടുള്ളത്. അല്ല, അത് എല്ലാ മെമ്പർമാരും ചേർന്ന് സമ്മാനിക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ആ കൈയ്യടി പോരാ, റെക്കോർഡ് നല്ല കൈയ്യടി കൊടുക്കാം. നല്ല കൈയ്യടി. ഇവരനുസരിച്ച് ആരെയും മോഹിപ്പിക്കുന്ന കേശവാടും ഇതിന്റെ കൂടെ ഉണ്ട്. മോഹിപ്പിക്കുന്ന കേശവാട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതോടൊപ്പം റോളിംഗ് ട്രോഫി ഉണ്ട്. റോളിംഗ് ട്രോഫി എല്ലാ മെമ്പർമാരും, എല്ലാ ഡേയ്സിലിരിക്കുന്ന എല്ലാ അതിഥികളും ചേർന്ന് സമ്മാനിക്കുന്നു. നല്ല കൈയ്യടി. നല്ല കൈയ്യടി കൊടുക്കാം. നല്ല കൈയ്യടി. 23 മണിക്കൂർ 38 മിനിറ്റ് ക്യാമറ നിയന്ത്രിച്ചുകൊണ്ട് ചരിത്ര താളുകളിലേക്ക് പ്രാവ് പറന്നു കയറിയ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ച ആളാണ് ശ്രീ നടേശൻ. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ ശ്രീ സാഗർ. ഇന്ന് പറത്തി നാളെ നേരമെടുത്തിട്ടാണ് ഇറങ്ങിയത്. അത്രയും പോലും ഒരു ദിവസം എന്ന് പറഞ്ഞത് 24 മണിക്കൂറാണ്. ഇത് 23 മണിക്കൂർ 38 മിനിറ്റ് നേരം രാവിലെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാഷണൽ പീജിയൻ ഫ്ലയേഴ്സ് അസോസിയേഷൻ ജില്ലാ തലത്തിൽ നടത്തിയ ടൂർണമെന്റിന്റെ വിജയികളെ പ്രഖ്യാപിക്കുന്നു. 11 പേരാണ്. ഷാജി അനന്തപുരിയെ സമ്മാന വിതരണത്തിന് വേണ്ടി ഞാൻ സേവിക്കുന്നു. ഷാജി അനന്തപുരി 13ാം സമ്മാനം, ജില്ലാ തലത്തിൽ 13ാം സമ്മാനം. 13 മണിക്കൂർ പറത്തിക്കൊണ്ട് ആദിൽ തിരുമല സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. 13 മണിക്കൂർ ആദിൽ തിരുമല. അടുത്തത് 13 മണിക്കൂർ 1 മിനിറ്റ് അൻസാരി ഓൺ സൈൻസ് 13 മണിക്കൂർ 1 മിനിറ്റ്.
സിയാദ് അപ്പു PD നഗർ സിയാദ് അപ്പു 11 സമ്മാനം 13 മണിക്കൂർ 3 മിനിറ്റ് നേരം. ഷാജി അദ്ദേഹം ലഭിക്കാം. മനോജ് ആകാശപർവയുടെ ശ്രീ മനോജ് അദ്ദേഹത്തിന്റെ സമ്മാനം ലഭിക്കുന്നു. ഷാജി കഞ്ഞിപ്പുര 10 സമ്മാനം 13 മണിക്കൂർ 3 മിനിറ്റ്. ഷാജി കഞ്ഞിപ്പുരയ്ക്ക് നല്ല കൈയ്യടി കൊടുത്തു. സമ്മാനം കൊടുക്കാൻ ക്ഷണിക്കുന്നു. അഫ്സർ മാർഷിൽ പാച്ചല്ലൂർ 14 മണിക്കൂർ 33 മിനിറ്റ്. 7ാം സ്ഥാനം അഫ്സർ മാർഷിൽ. ശരത് മേലാങ്കോൾ 14 മണിക്കൂർ 51 മിനിറ്റ്. ശ്രീ ശരത് മേലാങ്കോൾ 6ാം സ്ഥാനം നേടിയിരിക്കുന്നു. സർട്ടിഫിക്കറ്റ് മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അടുത്ത സമ്മാനം തരുന്നതിന് വേണ്ടി ശ്രീ സാഗർ നമ്മുടെ ചരിത്രത്തിൽ കുറിച്ച നമ്മുടെ നാഷണൽ റെക്കോർഡ് ഇട്ട നടേശൻ അവരുടെ മകനാണ് ശ്രീ സാഗറിനെ സമ്മാനം ക്ഷണിക്കുന്നു. 5ാം സ്ഥാനം സതീന്ദ്രൻ വള്ളക്കടവ് 15 മണിക്കൂർ 10 മിനിറ്റ് നേരം. സതീന്ദ്രൻ കയ്യടികൾ നല്ല ഉച്ചാറാവുമ്പോൾ വരുന്നവരൊക്കെ വേഗത്തിലെത്തും. സതീന്ദ്രൻ ഇത് കഴിക്കാൻ പ്രതിപക്ഷം കൊണ്ട് ആരും പോകരുത്. സതീന്ദ്രൻ വള്ളക്കടവ്. അടുത്ത 4ാം സ്ഥാനം ഷജിദ് ഖാൻ കുഞ്ചാലമൂട് 15 മണിക്കൂർ 17 മിനിറ്റ്. 4ാം സ്ഥാനം ഷജിദ് ഖാൻ കുഞ്ചാലമൂട്. നല്ല കൈയ്യടിക്കുക. ഷജിദ് ഖാൻ ജില്ലാ തലത്തിൽ 4ാം സ്ഥാനം നേടിയിരിക്കുന്നു. 15 മണിക്കൂർ 17 മിനിറ്റ്. അടുത്ത ശ്രീ മജീദിന്റെ സ്നേഹത്തോടെ 3ാം സമ്മാനം കൊടുക്കാൻ ക്ഷണിക്കുകയാണ്. 15 മണിക്കൂർ 30 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ച ജില്ലാ തലത്തിൽ 3ാം സമ്മാനം നേടിയിരിക്കുന്നു. ചന്തു ആദ്യകാൽ. തലസ്ഥാനത്തിന്റെ ഹൃദയങ്ങളുടെ ചന്തു ആദ്യകാൽ. അടുത്തത് നാഷണൽ പീജിയൻ പ്ലേയേഴ്സ് അസോസിയേഷൻ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയിരിക്കുന്നു. ആ 2ാം സ്ഥാനം ട്രോഫി വിതരണം ചെയ്തതിനു വേണ്ടി ശ്രീ അനൂപിനെ ക്ഷണിക്കുന്നു. നല്ല കാര്യം എടുക്കാം. അനൂപ് 2ാം സ്ഥാനം ചെയ്യുന്നു. 17 മണിക്കൂർ 8 മിനിറ്റ് നേരം പ്രാബല്യം നിയന്ത്രിച്ച സിദ്ദിഖ് ചാല. സിദ്ദിഖ് ചാല 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. 17 മണിക്കൂർ 8 മിനിറ്റ് നേരം. അടുത്തത് ജില്ലാതല മത്സര വിജയി പ്രഖ്യാപിക്കുന്നു. ഈ സംഘടനയുടെ നാഷണൽ പീജിയൻ പ്ലേയേഴ്സ് അസോസിയേഷന്റെ
സെക്രട്ടറി ശ്രീ ഷാഫിയും ഒപ്പം മറ്റുള്ളവരും ചേർന്ന് അത് വിതരണം ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ഷാഫി അവർകളെയും മറ്റേ അതിഥികളെ ക്ഷണിക്കുന്നു. ചേട്ടാ കമ്പനിക്ക് അടിച്ച് കേട്ടോ, എനിക്ക് അറിയില്ല. അതെ, അപ്പോ ഈ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം 19 മണിക്കൂർ 44 മിനിറ്റ് നേരം രാവിലെ പ്രവർത്തിച്ച ഷാഫി, അത് നാഷണൽ പീജിയൻ പ്ലെയേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. നമ്മുടെ അഭിമാനമാണ്. ഷാഫിക്ക് സമ്മാനിക്കുന്നു. എല്ലാ അംഗങ്ങളെയും ക്ഷണിക്കുന്നു, എല്ലാ അതിഥികളെയും ആ സമ്മാനം കൊടുക്കുന്നതിന് ക്ഷണിക്കുന്നു. ഷാഫി മണക്കാട് നല്ല കണ്ടുകൊടുക്കാം. കാരണം എല്ലാവരുടെയും കൈകൾ ഷാഫിയുടെ ട്രോഫി കിട്ടുന്നതിൽ എല്ലാവരുടെയും കൈകൾ രാവിലെ ചെറുതുപോലെ ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ കപ്പ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ബാബുജനാണ്. ഫ്രണ്ട്സ് ഓഫ് ബാബുജൻ നല്ല കണ്ടുകൊടുക്കുക. ബാബുജന്റെ ഫ്രണ്ട്സ് ഓഫ് ബാബുജൻ സ്പോൺസർ ചെയ്തിരിക്കുന്നു. നമ്മുടെ ലോഗോ ആലേഖനം ചെയ്തിട്ടുള്ള വളരെ മനോഹരമായ ട്രോഫിയാണ്. പിന്നെ സെക്രട്ടറി ആയതുകൊണ്ട് ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്ക് കടമെടുത്താൽ അദ്ദേഹം സെക്രട്ടറി ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ സമ്മാനം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? സെക്രട്ടറി ആയതുകൊണ്ട് സമ്മാനം കിട്ടി. ഒരു നല്ല കാര്യം കൊടുക്കാം നമ്മുടെ സെക്രട്ടറി. താങ്ക് യു.